ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതും ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്, അസിസ്റ്റന്റ് ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ. ഓക്കെ, ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഓരോ പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഓരോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചിങ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. ഒന്നും തന്നെ വലിച്ചെടുക്കുന്നില്ല, നീട്ടുന്നില്ല. ഓക്കെ, അത്യാവശ്യം അറിയാൻ വേണ്ടിയിട്ട് അത് അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യം തന്നെ ഞാനത് ആ സൈറ്റ് ഏതാണ്, എന്താണ് സൈറ്റ്, എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ കാണാൻ വയ്യെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സൈറ്റ് കണ്ടിട്ട് നിങ്ങളുടേതായ രീതിക്ക് നോക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം, അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ പറയണമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ പരമാവധി വീഡിയോ ലെങ്ത് കുറച്ചാണ് ചെയ്യുന്നത്. ലെങ്ത് കുറച്ച് നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയല്ലേ ഇത്, അല്ലേ? നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് റിസ്ക് എടുത്ത് പഠിച്ച് ഇരിക്കുന്ന നിങ്ങൾക്ക്, ക്വാളിഫൈഡ് ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത് കാണുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ അതിന് ഈ ലൈഫിന്റെ ഒരു വ്യവസ്ഥ 24 അവേഴ്സിലെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അത്രേ ഒരു വീഡിയോയിൽ വരുന്നുള്ളൂ. അതെന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടി ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറയാറില്ല. ഓക്കെ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആദ്യകാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കുറെ അധികം പറഞ്ഞിരിക്കാം, പക്ഷെ പറയേണ്ട വീഡിയോകൾ അധികം പറയേണ്ടത്, അധികം കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ട കാര്യങ്ങൾ അത് അധികം പറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഒരാൾ കണ്ടിട്ട് അയാൾക്ക് അത് ഉപകാരപ്രദമായെങ്കിൽ ഞാൻ സക്സസ് ആയി, നമ്മൾ സക്സസ് ആയി, ടീച്ചേഴ്സ് ക്ലബ്ബ് സക്സസ് ആയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നത്. ദയവായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും മറുപടികൾക്കൊക്കെ നന്ദി. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ വരുത്തുവാൻ തയ്യാറാണ്. പക്ഷെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലായി. എല്ലാവർക്കും ജസ്റ്റ് ഈ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുക, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറെ വിളിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് തിരഞ്ഞുപിടിച്ച് കണ്ടെത്താനൊക്കെ ഒരു സവിശേഷ ബുദ്ധി ഉണ്ടാകണമെന്നില്ല. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിലേക്ക് എത്തും. അതുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ അതിന് കവർന്നെടുത്തതിന് ക്ഷമിക്കുക. നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എഴുതാൻ നിൽക്കുന്നവർക്ക് BEd ഉണ്ടെങ്കിൽ, PG പ്ലസ് BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബമ്പർ ഓഫറാണ് വരാൻ പോകുന്നത്. ഇപ്പൊ AVS, NVS, EMRS ആൻഡ് AES 4 ഏജൻസികളുടെയും PGT എക്സാമുകൾ ഉടനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, PG പ്ലസ് BEd മാത്രം മതി PGT ടീച്ചറിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, വയസ്സ് 40 വയസ്സാണ്. അത് ലേഡീസ് ആണെങ്കിൽ 10 വർഷം എക്സ്റ്റൻഷൻസ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ അതർ വീഡിയോസിൽ ഓരോന്നിന്റെയും KVSന്റെ വീഡിയോയിലുണ്ട്, NVS, EMRS, AES അതെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ഒരു കാര്യം മുൻപോട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ ഇതിനെല്ലാം ഉള്ള കോച്ചിങ് അവൈലബിൾ ആണ്. KVS, NVS, EMRS, DSSB, അതുപോലെ തന്നെ KTET, CTET, ഫിഷറീസ് അസിസ്റ്റന്റ്, LPUP ലോങ് ടേം ഇതിലുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ് നടക്കുന്നത്, അഡ്മിഷൻ ആരംഭിച്ച ക്ലാസ് നടക്കുന്നത് RRB ടീച്ചറാണ്, RRB റെയിൽവേ ടീച്ചർ. അതിന്റെ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഗ്രൂപ്പുകൾ താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 7777750473 നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ചോദിക്കുകയോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അതിൽ പറ്റാത്തവര് നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ തീർച്ചയായിട്ടും ചോദിക്കണം. ഓക്കെ, ലൈക്ക് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിഷമായിട്ട് എടുക്കേണ്ട കാര്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസറെ വിളിച്ചിട്ടുണ്ട്. 31 വേക്കൻസീസ് ഉണ്ട്. പല സബ്ജക്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ PG പ്ലസ്
നെറ്റ് ഓർ JRF ഓർ PhD ആണ്, ഏതെങ്കിലും ഒന്ന് മതി. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. അത് മീൻസ് എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മുടെ ഇതിലേക്ക് കിടക്കാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ നിന്നും പഞ്ചാബ് യൂണിവേഴ്സിറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ punchd.ac.in punchd.ac.in. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മുഴുവൻ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇങ്ങനെ എപ്പോഴും ഞാൻ വീഡിയോ ആദ്യം പറയാം. നിങ്ങൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളൂ, ബാക്കിയുള്ളവർ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ തുടർന്ന് കാണുക. ഓക്കെ, അപ്പൊ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രൊഫസർ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു അഡ്രസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ നമ്മുടെ എംപ്ലോയ്മെന്റ് ആൻഡ് ജോബ്സ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും, പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അതിൽ നിങ്ങൾ രണ്ടാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രലി മാനേജ്ഡ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൻട്രലി മാനേജ്ഡ് ജോബ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ വേരിയസ് സബ്ജക്ട്സ് the PU departments institutes center up to 21/8/2025. last date August 21st ആണ്. For the 9 sets of online application forms and 1 set of supporting documents should reach the office of the deputy registrar, Punjab University, Chandigarh by 28/8/2025 up to 4 PM. അപ്പോൾ 28 മുമ്പ് എത്തിയിരിക്കണം. The details of the advertisement consisting of subject wise break of post qualification reservation applications form, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൊടുത്ത് ഈ അഡ്രസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അവിടേക്ക് പോകും. അവിടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അഡ്വർടൈസ്മെന്റ്, പോസ്റ്റ് ഡീറ്റെയിൽസ്, ജനറൽ ഗൈഡ് ലൈൻസ്, UGC റെഗുലേഷൻസ്, ഫോം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ഇനി അയക്കേണ്ട സിമ്പിൾ സ്റ്റെപ്പ് ഓഫ് ഫിൽ ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആയിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡിക്ലറേഷൻ കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ അങ്ങനെ കൊടുക്കുക. അപ്പൊ രജിസ്ട്രേഷൻ ഫോംസ് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി ഇത്രയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം, അതിലേക്ക് നമുക്ക് കിടക്കാം. അഡ്വർടൈസ്മെന്റ് അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അഡ്വർടൈസ്മെന്റ് കിടക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ ഒരു ഭാഗത്ത് ജനറൽ പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ആ ഒരു പേജിലേക്ക് നിങ്ങൾ വരും. ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചണ്ഡീഗഡ്, അഡ്വർടൈസ് നമ്പർ 2 2025, അസോസിയേറ്റ് പ്രൊഫസർ 31 ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ 2. ഓക്കെ, 32-33 പോസ്റ്റുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ 31, അസോസിയേറ്റ് പ്രൊഫസർ 2, ഇങ്ങനെ 2 പോസ്റ്റുകളുണ്ട്. ബയോ കെമിസ്ട്രി വിളിച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റ് SC, ഒരു പോസ്റ്റ് അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റി. അസിസ്റ്റന്റ് പ്രൊഫസർ ഇങ്ങനെ വിളിക്കത്തില്ലല്ലോ. ബാക്കിയുള്ള പോസ്റ്റിനെ വിളിക്കുന്നത് ബൾക്ക് 2000-3000 ഒന്നും വിളിക്കാറില്ല, ഇങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ CDOE 2 ഇംഗ്ലീഷ് അൺറിസർവ്ഡ്, ഒരു സൈക്കോളജി അൺറിസർവ്ഡ്, ഒരു ഡിഫൻസ് സ്റ്റഡീസ് PWD, 2 ഹിന്ദി അൺറിസർവ്ഡ്, 1 പൊളിറ്റിക്കൽ സയൻസ് അൺറിസർവ്ഡ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി എല്ലാം അൺറിസർവ്ഡ് ആണ് വിളിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഒരെണ്ണം വിളിച്ചിട്ടുണ്ട്, അൺറിസർവ്ഡ്. സൈക്കോളജി 1 SC, 1 അൺറിസർവ്ഡ്. ഇനി അത് ഓരോ സെന്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി പഞ്ചാബ് യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ലുധിയാന, ഇംഗ്ലീഷ് 1, സോഷ്യോളജി 1, പിന്നെ 2 LLB അൺറിസർവ്ഡ്, 1 5 ഇയർ LLB കാർക്ക് വിളിച്ചിട്ടുണ്ട്, 1 LLM SC, 1 അക്കൗണ്ടിംഗ് ഫിനാൻസ്, 1 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി സ്കൂൾ ഓഫ് പഞ്ചാബ് സ്റ്റഡീസിൽ പഞ്ചാബി വിളിച്ചിട്ടുണ്ട്. സുവോളജി 1 അൺറിസർവ്ഡ് വിളിച്ചിട്ടുണ്ട്, സുവോളജി. ഓക്കെ, അങ്ങനെ ടോട്ടല് 31 പോസ്റ്റ് ആണ്. ഓക്കെ, 31 അസിസ്റ്റന്റ് പ്രൊഫസറും 2 അസോസിയേറ്റ് പ്രൊഫസറാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സാലറി ഏകദേശം 85,000 മുകളിൽ 1 ലക്ഷം വരെയുള്ള സാലറി. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാണ്. ജസ്റ്റ് PG പ്ലസ് നെറ്റ് ഓർ JRF ഏതെങ്കിലും ഒന്ന്, ഓർ PhD ഓർ MPhil, അങ്ങനെയൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ചു നോക്കി, നിങ്ങൾക്ക് ഓരോന്ന് വായിച്ചു പറഞ്ഞു തന്നു. ഞാൻ അതിന്റെ സമയം അപഹരിക്കുന്നില്ല നിങ്ങളുടെ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട്, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ വിളിച്ചോ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം നൽകുന്നതായിരിക്കും. ഓക്കെ, എനിവേ എന്തായാലും ഇത്രയുമാണ് പറയാനുണ്ടായിരുന്നത്. അപ്പം താല്പര്യമുള്ളവർ, ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർ അയക്കാൻ തീരുമാനിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഇത്തരം പോസ്റ്റൊക്കെ പഠിച്ചവർ അല്ലെങ്കിൽ കോഴ്സൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ഉള്ള അവരിലേക്കും ഈ വീഡിയോ ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ, താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.